നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് അടിയൻ കർത്താവ് ശരണപ്പെട്ടുകൊണ്ട് സെഖര്യാവ് 5-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ സെഖര്യാവ് കണ്ട 2 ദർശനങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തെ ദർശനം എന്ന് പറയുന്നത് പാറിപ്പോകുന്നൊരു ചുരുൾ, അത് സർവ്വദേശത്തിലെയും ശാപത്തിനെ കാണിക്കുന്നു. 5-ാമത്തെ ദർശനത്തിൽ ഏഫായുടെ നടുവിലിരിക്കുന്ന സ്ത്രീ, അത് ദുഷ്ടതയെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ദുഷ്ടത, ഇസ്രായേലിന് സംഭവിച്ച അനുസരണക്കേട്, അതിന് മൂലം ന്യായപ്രമാണം എന്ന വലിയ ദൈവത്തിന് ഇറങ്ങിച്ചെന്ന് നൽകിയ പ്രമാണം, പക്ഷേ അത് അനുസരിക്കുവാനോ അതിന് പ്രകാരം നടക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. തൽഫലമായി നമ്മളെല്ലാവരും ജനനം മുതലേ പാപസ്വഭാവമുള്ളവരായാണ് നാം ജനിച്ചത്. ആദിമ കാലഘട്ടത്തിൽ, ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ ഒരു ന്യായപ്രമാണം നൽകിയെങ്കിലും അത് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി ദൈവം അനാദികാലം മുൻപേ തന്നെ, ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ഒരു മർമ്മം ഉണ്ടായിരുന്നു. ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കണം. എങ്ങനെ? ഈ സകല മനുഷ്യരെ വീണ്ടെടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നെയും എന്നെ കേൾക്കുന്ന നിങ്ങളെയും ദൈവം സ്നേഹിച്ചു. എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു ഈ വചനം കേൾക്കുവാൻ, ഈ സുവിശേഷം അറിയുവാൻ. കാരണം നമ്മൾ ഇതുപോലെ ശാപത്തിലായിരുന്നു. ന്യായപ്രമാണത്താൽ നമ്മൾക്ക് രക്ഷ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അതിനെ കൊണ്ട് നമുക്ക് രക്ഷയില്ല. പകരം തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ ശാപം ഏറ്റുവാങ്ങി പാപമായി ദൈവത്തിന് നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ പാപത്തിന്റെ ശാപം, നമ്മുടെ യേശു കർത്താവ് പാപത്തിന്റെ ശാപം ഏറ്റെടുത്ത് ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മളെ അത്രത്തോളം ദൈവത്തിന് ഇഷ്ടമായിരുന്നു. നമ്മൾ വീണു പോകരുത്, നമ്മൾ നശിച്ചു പോകാനല്ല നമ്മളെ വീണ്ടെടുത്തു കർത്താവ്. നമ്മളെ വിളിച്ച ഈ സുവിശേഷം മാനുഷ്യമല്ല, ദൈവിക വെളിപ്പാടിനാൽ പ്രാപിച്ച ഈ സുവിശേഷം, ഈ ഉറപ്പുള്ള സുവിശേഷം, യേശുക്രിസ്തു എന്ന സുവിശേഷം നമ്മുടെ പാപങ്ങളെയെല്ലാം, പാപ സ്വഭാവത്തെ മാറ്റി നമ്മൾ സ്വഭാവത്താൽ ദൈവമക്കളാകാൻ വേണ്ടിയുള്ള ഈ സുവിശേഷം, അത് ദൈവം നമുക്ക് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകിയ ഈ കൃപ. ദൈവം നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിക്കാൻ കഴിയുകയില്ല. ഇന്നും ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും നാം ഓർക്കണം ഈ സുവിശേഷത്തെ. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ മഹത്വത്തെ നാം ധ്യാനിക്കണം. നമുക്കറിയാം, ഇപ്പോൾ അന്ത്യകാലമാണ്, ദുർഘട സമയങ്ങളാണ്. വമ്പ് പറയുന്നവരും നിഗളികളും സ്വസ്നേഹികളും അധർമ്മവും, ഹല്ലേലൂയ, വളരെ ദുഃഖ വാർത്തകളും തമ്മിൽ കൊലപാതകങ്ങളും ഒക്കെ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നീതിയിൽ തന്നെ തുടരാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ജീവിതം ആത്മാവനുസരിച്ചുള്ളൊരു ജീവിതമാകട്ടെ. ഇസ്രായേലിൻ്റെ ശാപത്തിന് വേണ്ടിയുള്ള ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദുഷ്ടതയെ പറ്റിയുള്ള 2 ചുരുളുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. നാം ഇന്ന് കർത്താവ് വിശ്വസിക്കുമ്പോൾ നാം പുതിയ നിയമ ഇസ്രായേലാകുന്ന നാം ഇനിയും പഴയതുപോലെ ആ പഴയ പാഠങ്ങൾ, ആ ലോകത്തിൻ്റെ പാഠങ്ങളെ, അല്ലെങ്കിൽ പഴയതുപോലെ അടിമപ്പെടുവാനോ ദൈവത്തിനല്ലാതെ മറ്റെന്തിൻ്റെ കീഴിൽ നമ്മൾ അടിമപ്പെടാനൊന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഓരോ ദിവസവും നമ്മളെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിന് പ്രാർത്ഥനാ വേളയിൽ ശോധന ചെയ്ത് അതിൽ നിന്ന് ഓരോ ദിവസവും വിടുതൽ പ്രാപിക്കുവാൻ, മനസ്സ് പുതുക്കപ്പെടുവാൻ, ആ ജഡത്തിൻ്റെ മോഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ജയം പ്രാപിച്ച് ഓരോ ദിവസം ദൈവത്തിൻ്റെ നീതിയിലേക്ക് ക്രിസ്തുവോളം വളരുവാൻ, നിത്യത എന്ന ലക്ഷ്യത്തെ മറക്കാതെ വളരുവാൻ ദൈവം നിങ്ങളെയും അടിയനെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് വിരമിക്കും.